നമ്മൾ വലിയ ഡോഗ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഡോഗ് ലാബ്രഡോറിനെ ആയിരുന്നു. അത് നമ്മുടെ കൂടെ ഒരു 9 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ട്രെയിനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 1.5 വയസ്സിലാണ് ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഡോഗ്സിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ 1 വയസ്സായ ഡോഗ്സിന് എങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനുള്ളൊരു മറുപടിയാണ്. പക്ഷെ അതിന് മുൻപ് തന്നെ ഞാൻ ഇതുവരെ ഒരു പപ്പീസിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനുള്ള ഒരു വീഡിയോ പോലും ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പപ്പീസ്, അത് കഴിഞ്ഞ് നമ്മൾ അഡൽട്ട്സിലേക്ക് കടക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പപ്പീസിൻ്റെ പപ്പീസിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് നമുക്കിവിടെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കൊണ്ടുവരുന്ന പ്രായം എന്ന് പറയുമ്പോൾ ഒരു 30 days to 60 days ആയിരിക്കും കൊണ്ടുവരിക. അപ്പം ഞാൻ എൻ്റെ ഇതിനു മുമ്പിലത്തെ പപ്പിയെ കൊണ്ടുവന്നത് വന്നിട്ട് ഒരു 26 days ഇവരെ കൊണ്ടുവന്ന ഒരു 60 days ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആ കൊണ്ടുവന്ന് 26 days കൊണ്ടുവന്ന ആ ഒരു പപ്പിയുടെയാണ് എനിക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഉള്ളിലാണ് ആ പപ്പിയെ നമ്മൾ വീടിനകത്താണ് ഇട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടിനകത്തിട്ട് വളർത്തുമ്പോൾ നമുക്ക് യൂറിൻ അവിടെ ഒഴിക്കണ്ട എന്നുള്ളൊരു ബേസിൽ കറക്റ്റായിട്ട് എന്നും ഒരു അരമണിക്കൂർ കൂടുമ്പോൾ കൊണ്ടുവന്ന സമയത്ത്, കാരണം അന്ന് പാലൊക്കെ കൊടുക്കുമായിരുന്നു. ശരിക്കും പാല് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയാറ്. എങ്കിൽ കൂടെ ഞാൻ ആ സമയത്ത് ആ പപ്പിയെ കൊണ്ടുവന്ന സമയത്ത് ആ പപ്പിക്ക് പാലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രൈ ഫുഡും പാലൊക്കെ കൊടുക്കും. അപ്പോൾ ഈ പാല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇതിനകം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നിടും. പുറത്തെന്ന് പറയുമ്പോൾ ഒരു 1-2 സ്ഥലത്ത് മാത്രമായിട്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുറച്ച് മെയിനായിട്ട് ഇവർ പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ്, പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പുല്ല് ഇലകളൊക്കെ താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 1-2 തവണ അങ്ങനെ കൊണ്ടുവിടുക. പിന്നെ അത് സ്ഥിരം ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വിടാറ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ തനിയെ നമ്മുടെ പിന്നാലെ വന്ന് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ 1 മണിക്കൂർ കൂടുമ്പോഴേക്കും ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു സ്ഥലത്ത് കുറച്ച് നേരം അവരെ കളിപ്പിക്കുക. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ മൂത്രമൊഴിച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് അത് ശീലമാവും. പിന്നെ അത് അവർക്ക് തന്നെ അകത്തൊഴിക്കുന്നതിനേക്കാൾ കംഫേർട്ട് പുറത്ത് ഒഴിക്കുന്നതായിരിക്കും. ഇവർ ഈ സ്മെല്ല് ചെയ്തിട്ടാണ് ആ ഒരിക്കൽ മൂത്രമൊഴിച്ച ഭാഗത്ത് തന്നെയാണ് വീണ്ടും അതിനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ ആ ഒരു സ്മെല്ലുള്ള സ്ഥലത്ത് തന്നെ ഇവർ വീണ്ടും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആ കുറച്ച് ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു 30 days പറഞ്ഞാൽ ഞാനൊരു 60 days വരെയൊക്കെ ഏകദേശം അവരെ ഒരു 30 ദിവസം തന്നെ ശരിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് വരിക, അല്ലെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടുവന്ന് അങ്ങനെ ഒഴിച്ച് ശീലിപ്പിച്ചു. പിന്നെ അത് ഉള്ളിൽ ഒരു കാരണവശാലും ഒഴിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു കുറച്ചൊക്കെ വലിയ പപ്പീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞായിട്ട് കൊണ്ടുവന്ന് ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുത്ത പപ്പി ഒരു 10 month അല്ലെങ്കിൽ ഒരു 6 month ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വീടിനകത്ത് ഇട്ടിട്ട് പോയാലും ഇവർ ഉറപ്പായിട്ട് മൂത്രമൊഴിക്കാത്ത ഒരവസ്ഥയാണ്. വീടിനകത്ത് അവർ ഉറപ്പായിട്ട് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരു കാരണവശാലും ഇവർ അകത്ത് ഒഴിക്കില്ല. അതങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കൂടിനകത്താണെങ്കിലും പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അവർ ആ 6 hours പുറത്തേക്ക് കൊണ്ടുവരണം. ഞാനൊരു 4 to 5 hours ഉറപ്പായിട്ട് ഞാൻ ഇവരെ ഈ വലുതായപ്പോൾ ഇവരെ പുറത്തേക്ക് വിടാറുണ്ട്. എന്നാൽ മാത്രമേ അവർ കറക്റ്റായിട്ട് പുറത്ത് മാത്രം പോകാറുള്ളൂ. ചിലപ്പോൾ നമ്മൾ 1 day ഒക്കെ ചിലപ്പോൾ രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം വരെ എവിടെയെങ്കിലും പോകുക, അല്ലെങ്കിൽ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടിൽ പോയി എന്നിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂട് വാഷ് ചെയ്ത് വിടും. കെനൽ വാഷൊക്കെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിന്നെയും അതേപോലെ ഒഴിക്കാതെ ആവും. പിന്നെ നമ്മൾ സ്മെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ മൂത്രമൊഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം നമുക്ക് കൂട് നേരെ തുറന്നു കൊടുക്കാനോ ഫുൾ ടൈം കൂടിനകത്ത് തന്നെ ഇട്ടൊക്കെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അവർ വീണ്ടും ചിലപ്പോൾ മൂത്രമൊഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കെനൽ വാഷ് ഇട്ട് നീറ്റായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾ ക്ലീനായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അതിനകത്ത് വീണ്ടും അതേപോലെ ഒഴിക്കാതെ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വലിയ ഡോഗ്സിനാണെങ്കിൽ 4 hours വിടുക. അതേപോലെ കുഞ്ഞ് ഡോഗ്സിനൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാസം 2 മാസം പ്രായമുള്ളപ്പോഴൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറിലൊക്കെ ഇങ്ങനെ ഓരോ വെള്ളം കുടിക്കുക. ഒരു സീസണിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെയാണ് പറഞ്ഞാൽ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഒരു അരമണിക്കൂറിലൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വിടേണ്ടി വരും. ഇപ്പോൾ വേനൽക്കാലമൊക്കെയാണ് ചിലപ്പോൾ
ഒരു മണിക്കൂർ, 1.25 മണിക്കൂർ, 1.5 മണിക്കൂറിലൊക്കെ അവർ മൂത്രമൊഴിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞു ഡോഗ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അവരെങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് അത് ശീലമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ വലിയ ഡോഗ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ആദ്യത്തെ ഡോഗ് ലാബ്രഡോറിനെ ആയിരുന്നു. അത് നമ്മുടെ കൂടെ ഒരു 9 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ട്രെയിനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1.5 വയസ്സിലാണ് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചു വിടാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ പുറത്തുനിന്നുള്ള ഡോഗ്സ് വരിക, അതല്ലെങ്കിൽ ഇവളിങ്ങനെ പുറത്തേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്ന കാലം കുറച്ച് ചങ്ങലയ്ക്ക് ഇടുമായിരുന്നു. പിന്നെ വീടിനകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അപ്പോൾ അവള് ട്രെയിനിങ് ചെയ്യിപ്പിച്ച് ഓൾറെഡി അവിടെ ട്രെയിൻഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ വന്നൊന്ന് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയിനിലിട്ടിട്ട് നമ്മളൊരു 3 hours 4 hours ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന ഒരേ സ്ഥലം, ഇപ്പോൾ നമ്മൾ എവിടെയാണ് കൊണ്ടുവന്നത് ആ സ്ഥലത്ത് തന്നെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലായിട്ട് തന്നെ സ്ഥിരമായിട്ട് ചെയിനിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം കറക്കി നിർത്തും. നമ്മുടെ ചെയിനിൽ തന്നെ ഇട്ട് ആ ഒരു ഏരിയയിൽ തന്നെ കുറച്ച് നേരം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ മൂത്രമൊഴിക്കുക. അത് നായിനെ വളർത്തുന്നവർക്കറിയാം. ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ടേ മൂത്രമൊഴിക്കുക. അതേപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അവരിങ്ങനെ ആ ഒരു കറങ്ങുന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ചെയിൻ പിടിച്ചിട്ട് അവിടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം, മാക്സിമം ഒരു 2-3 minutes അല്ലെങ്കിൽ മാക്സിമം ഒരു 5 minute വരെ തന്നെ പിടിച്ചു നിന്നാലും കുഴപ്പമില്ല. അതിനുള്ള അവർ മൂത്രമൊഴിച്ചിരിക്കും. അപ്പോൾ അവിടെ തന്നെ അടുത്ത നേരം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ മൂത്രമൊഴിക്കുന്നത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഒരു 2-3 ദിവസം അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. പിന്നെ ചില ഡോഗ്സ് ഇപ്പം നമ്മൾ കുഞ്ഞായിട്ട് തന്നെ വളർത്തിയിട്ട് ഇവർക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കാത്ത ഒരാളാണ് ഒരു 2 വയസ്സിന് ശേഷം നമ്മളവരെ ഇനി അത് പാടില്ല, മറ്റുള്ളവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വീടിനകത്തൊക്കെ ഒഴിക്കുന്നു എന്നുള്ളൊരു പരാതിയായിട്ടാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇവരുടെ ഈ ഒരു ചെറിയ ബോട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഈ എന്താ പറയുക, ദിലീപ് മറ്റേ ഒരു സിനിമയിൽ, ദിലീപിൻ്റെ നായൻ്റെ ഒരു സിനിമയിൽ പറയുന്നില്ലേ, അതേപോലെ അവളുടെ തന്നെ യൂറിനെടുത്ത് അവിടെ കൊണ്ടൊഴിക്കുന്ന ഒരു ടെക്നോളജി, എന്നിട്ട് അതിന് നേരെ അവിടെ വന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സിനിമ ഷൂട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതല്ല ഇത് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ലിക്വിഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവരെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മളൊന്ന് ഒരു 4-5 ഡോട്ട് ഒറ്റിച്ച് വിടുക, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വരിക. എന്നിട്ട് അവിടേക്ക് ഇവരെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോകുള്ളൂ. കാരണം ഇവർ സ്മെല്ല് ചെയ്തിട്ട് മാത്രം പോകുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ലിനനുസരിച്ച് പോകും. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ വലിയ ഡോഗിന് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയിനിൽ മാത്രം ഒരു 4 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് മൂത്രമൊഴിപ്പിച്ച് ശീലിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ, എന്നിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ്. അതല്ലെങ്കിൽ തന്നെ ഓഫ്ലൈനിൽ നമ്മൾ പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങുന്നവർക്കാണെങ്കിൽ അത് മേടിക്കാം. അപ്പോൾ ഇന്നത്തെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ ലൂസിൻ ലോണിയും ഒന്ന് വിടാനായിട്ട് പോവാണ്. രാവിലെ ഇപ്പോൾ ഏതാണ്ട് 8 മണിയായി. അപ്പോൾ ഞാനൊരു 7 മണിക്കൊക്കെ വിടുന്നതാണ്. ഇച്ചിരി വൈകി. ഓക്കെ, ലൂണ കം, വാടാ ലൂണ, സെറ്റ് ലൂണ, സെറ്റ് லூனா கம், சாடுறது மேலே சாடுறது நோ டா நோ நோ இந்த இடத்துல லூசி ഒന്ന് വിടാം. ലൂസി കം, നോ ചാടരുത് കേട്ടോ. നോ, ബൈ ബൈ.